രാത്രിയിൽ വീട്ടുമുറ്റത്തെത്തുന്ന കാട്ടാന ജീവനെടുക്കുമോ എന്ന ഭയത്തിൽ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട കുമ്മണ്ണൂർ നിവാസികൾക്ക്. കൃഷിയിടങ്ങളിൽ മാത്രം നാശം വിധിച്ചിരുന്ന ആന ഇപ്പോൾ വീട്ടുമുറ്റത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ്. തീ കൂട്ടിയും ശബ്ദമുണ്ടാക്കിയും ആനയെ ഓടിക്കുക എന്നതല്ലാതെ ഇവർക്ക് മുന്നിൽ മറ്റു വഴികളില്ല. ഈ റിപ്പോർട്ടോടുകൂടി ഉദയം മലയാളം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഒരു ദിവസം രാത്രി വീടിനു പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് തൊട്ടുമുന്നിൽ നിൽക്കുന്ന കാട്ടാനയെയാണ്. തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടവർ നിരവധി. വിവിധ സ്ഥലങ്ങളിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് വലിയ ഭയപ്പാടോടെയാണ് കുമ്മണ്ണൂർ നെടിയകാല നിവാസികൾ കാണുന്നത്. കാരണം എപ്പോഴാണ് ഇവിടെയും സമാന സംഭവം ഉണ്ടാകുന്നതെന്ന് പറയാൻ കഴിയില്ല. വീടിന്റെ വാതിലിൽ കാട്ടാനയെ കണ്ട നടുക്കം ഇതുവരെയും മാറിയിട്ടില്ല നസീമ ബീവിക്ക്. ആവശ്യം ഈ അടിക്കാട് തെളിയിക്കണം, അത്യാവശ്യം. ആന വന്ന് നിന്നാൽ പോലും ഞങ്ങൾക്ക് ഒരു 5 മണിക്ക് പോലും ആന വന്ന് നിന്നാൽ കാണത്തില്ല. അതുപോലെയാണ്. പിന്നുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നൈറ്റ് പെട്രോളിങ് ആവശ്യമാണ്. പിന്നെ സ്ഥായിയായിട്ട് ഫെൻസിങ് ഇട്ട് തന്നാൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ ഈ ഫെൻസിങ് സോളാർ ഇട്ടതിന് ഒരാഴ്ച അത് വർക്ക് ചെയ്തു, അതിനുശേഷം വർക്ക് ചെയ്തിട്ടില്ല. ആന നിൽക്കുന്ന കണ്ടിട്ട് പറഞ്ഞ ഭയത്തോടെ ഓടിപ്പോയി. ഞാനല്ലാതെ വേറെ ആരെങ്കിലും ആണെങ്കിൽ അവിടെ മയങ്ങി വീണ് പോയിട്ടുണ്ടെങ്കിൽ ആന എന്നെ കൊന്നിട്ടിട്ട് പോയേനെ. അത് ഞാൻ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് പുറം ലോകം ഇതറിഞ്ഞത്. സോളാർ വേലികളെല്ലാം തകർന്ന അവസ്ഥയാണ്. ആന കൃഷി നശിപ്പിക്കുന്നത് സ്ഥിരം സംഭവമായി. സാന്നിധ്യം തിരിച്ചറിഞ്ഞാൽ ആളുകളെ കൂട്ടി ശബ്ദമുണ്ടാക്കിയും തീ കൂട്ടിയുമാണ് ആനയെ ഓടിക്കുന്നത്. കഴിഞ്ഞ 6 മാസക്കാലമായാണ് ആനശല്യം ഇത്രയും രൂക്ഷമായത്. ആകെയുള്ള 65 കുടുംബങ്ങളിൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകൾ ഉൾപ്പെടെയുണ്ട്. ആനയുടെ പേടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം അടച്ച് ആണ് ഞങ്ങൾ വീട്ടിൽ കഴിയുന്നത്. പിന്നെ പൊടിക്കുഞ്ഞ് 4 വയസ്സ് പ്രായമായ കുഞ്ഞുങ്ങളുണ്ട്. ഞാനന്നേ ബൈപ്പാസിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നത്. ഇവിടെ അന്നേ ഒരാളന്നേ പ്രഷർ വന്ന് തളർന്നിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഇവിടെ ഒരു 3-4 പേര് ആണുങ്ങൾ ഇവിടെ ഉള്ളത്. ബാക്കിയെല്ലാം ഉപജീവിതത്തിന് വേണ്ടിയിട്ട് സാധനം വീട്ടിൽ ഇരുന്നാൽ ഒക്കത്തില്ല. എല്ലാം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അവരെല്ലാം ഇതിനെ ഓരോ പണിക്കുമൊക്കെ പോയാൽ കഴിയുന്നത്. ചിലപ്പോൾ തുടരെ വീട്ടിൽ ആണുങ്ങൾ കാണുന്നുണ്ടെന്ന് വരത്തില്ല. പെണ്ണുങ്ങളും കുഞ്ഞുങ്ങളുമായിട്ടാണ് മിക്കവാറും വീടുകളിൽ കഴിഞ്ഞു കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബത്തിലെ 2 പേരെ ആന ചവിട്ടിക്കൊന്ന പ്രദേശം കൂടിയാണിത്. കൃഷിയിടത്തിൽ മാത്രം എത്തിയിരുന്ന ആന വീട്ടുമുറ്റത്തെത്തി. ഒരു പടി കൂടി കടന്ന് ജീവൻ എടുക്കുന്ന തരത്തിലുള്ള അക്രമം ഉണ്ടാകുമോ എന്ന ഭയത്തിലാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. വളരെ വേലി ഉണ്ടായിരുന്ന ഒരു 10 ലക്ഷം രൂപ മുടക്കി വിട്ടതാ. പോർച്ച് ആകെ 2 ദിവസമേ ഉള്ളൂ. പിന്നെ ബാറ്ററി ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അന്ന് ഇത്രയും ശല്യം ആന ഇല്ലായിരുന്നു. ഇങ്ങനെ ഈ ഭാഗങ്ങളിൽ മാത്രമേ വരുമായിരുന്നു. ഇപ്പോഴാണ് ഇതില്ല വന്നപ്പോൾ പോയത്. പിന്നെ ഈ കാട് തെളിക്കാൻ ഒരു നിയമമില്ലെന്ന്, വലിയ മരത്തിൻ്റെ അകത്ത് കാട് തെളിക്കാൻ നിയമമില്ലെന്ന്. ഇപ്പോൾ അത് അടിക്കാട് അവർ പണ്ടില്ലെങ്കിലും അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇവിടെ ആന വന്നുകൊണ്ടിരിക്കുന്ന. പിന്നെ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂട് കൂടെ ആയപ്പോഴത്തേക്ക് ആന വളരെ രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലോട്ടാണ്. കാരണം അതിന് വെള്ളം കിട്ടുന്നില്ല. മിനിഞ്ഞാന്ന് വന്ന ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീറ്റിക്കൊണ്ട് തന്നെ നിൽക്കുക. കാരണം ഈ വെള്ളം കിട്ടാത്തൊരവസ്ഥയിൽ ആനകൾ ഇങ്ങനെ ചീറ്റുന്നില്ല. ആ രീതിയിൽ ആന ഇങ്ങനെ ചീറ്റി ഇങ്ങനെ നിൽക്കുക. വീട്ടിനടുത്തോട്ടേക്കാണ് ആന വരുന്നത്. ആന വരുന്നത് വെച്ചാൽ ഇവിടെ നിന്നൊരു 10 മീറ്റർ മുന്നോട്ടാണ് ആന വന്നിട്ട് പോകുന്നത്. അത് ഏത് സമയത്തും വന്ന് ഇവിടെ കൃഷിയൊക്കെ ഉണ്ട്. ആ കൃഷിയിലൊക്കെ കയറി പിടിക്കെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന് കമുകോ എന്തെങ്കിലുമൊക്കെ തള്ളിയിട്ട് ഒടിച്ച് പിടിച്ച് ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ അറിയും. അപ്പോഴത്തേക്ക് ഇറങ്ങി ബഹളം വെക്കുകയും ലൈറ്റടിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ആന ഉള്ളിലോട്ട് വിളിക്കും. പിന്നെ അതുപോലെ ഫോറസ്റ്റുകാരൊക്കെ അപ്പോൾ തന്നെ ഇവിടെ വരും. ആനശല്യത്തിൽ പൊറുതിമുട്ടിയ പ്രദേശവാസികൾ അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പിന്റെ നിരീക്ഷണം നടക്കുന്നു. എന്നാൽ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ജനകീയ സമരവുമായി മുന്നോട്ടു പോകാനാണ് കുമ്മണ്ണൂർ നിവാസികളുടെ തീരുമാനം. ന്യൂസ് മലയാളം, പത്തനംതിട്ട.